എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫിയും ചോപ്പറും അവർ രണ്ടുപേരും ബിഗ് മോമിന്റെ ഐലാൻഡിലേക്ക് ഓടി വന്നിരിക്കുകയാണ്. നമ്മുടെ ചെക്കന്മാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ടാവുന്നില്ല. ഒരു ഐലാൻഡ് മുഴുവൻ ചോക്ലേറ്റും സ്വീറ്റ്സും ക്യാൻഡിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഫില്ലായി കിടക്കുകയാണ്. അതുമാത്രമല്ല അവിടെയുള്ള ജനങ്ങളെല്ലാവരും വെറൈറ്റീസ് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ജനങ്ങൾ. നമ്മുടെ ചെക്കന്മാര് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കും. അതിനുശേഷം ഒരു ചോക്ലേറ്റ് ഫൗണ്ടെയിൻ കണ്ട് അതിൽ നിന്ന് അവരാദ്യം ടേസ്റ്റ് ചെയ്യും. അവർക്കാണെങ്കിൽ ആ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമായി. പിന്നീട് ചോക്ലേറ്റ് ഡ്രസ്സ്, ചോക്ലേറ്റ് ബാത്ത് ഹൗസ്, അങ്ങനെ ചോക്ലേറ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ, ചോക്ലേറ്റ് ക്ലോക്ക്, ചോക്ലേറ്റ് ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ എല്ലാം തന്നെ ചോക്ലേറ്റ് കൊണ്ടാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആണെങ്കിൽ ആ ഐലാൻഡ് കാണുമ്പോൾ സ്വർഗത്തിലെത്തിയ ഒരു പ്രതീതിയാണ്. അതിനിടെ ചോപ്പറിന് നല്ലൊരു സ്മെല്ല് കിട്ടും. അവൻ ആ സ്മെല്ല് കിട്ടിയ ഭാഗത്തേക്ക് ലൂഫിയുടെ കൈ പിടിച്ച് ഓടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ പെപ്പോംസ് അവൻ നമ്മുടെ ആൾക്കാരോട് പറയും, നമുക്ക് ഒരുപാട് നേരം ഇവരുടെ കണ്ണിൽ പൊടിയിട്ട് ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല. നിങ്ങൾ എത്രയും വേഗം ഇവിടെയുള്ളവരെ പോലെ ഡ്രസ് ചെയ്യണം. അവിടെ മുൻപിൽ അധിക സമയമില്ല. വേഗം തന്നെ ഐലാൻഡിലേക്ക് കടന്ന് നമ്മുടെ പ്ലാൻ അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവരോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പറയുകയാണ്. പെപ്പോംസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഓർമ്മപ്പെടുത്തും, സാഞ്ചി ഉള്ളത് ആ ഹോൾ കേക്ക് ഐലാൻഡിലാണ്. ഒരു ദിവസം വേണം ഇവിടേക്ക് ട്രാവൽ ചെയ്ത് എത്താൻ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ വെച്ച് നിങ്ങൾ വാങ്ങിക്കണം. അത് കേട്ട് ക്യാരറ്റ് ആണെങ്കിൽ ഒരു ബൈനോക്കുലർ വാങ്ങിച്ച് ചുറ്റും നോക്കും. അവിടെ എല്ലായിടത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണും. അവൾ അതിനെക്കുറിച്ച് പെപ്പോംസിനോട് ചോദിക്കും. അതിന് പെപ്പോംസ് പറയും, ബിഗ് മോമിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത്. എല്ലാ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള എല്ലാവരും അവളുടെ ഐലാൻഡിൽ വേണമെന്ന്. ലോകത്തിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനോ റേസിസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചുമാണ് ഇവിടെ ജീവിക്കുന്നത്. മിനിസ്റ്റേഴ്സ് ഓഫ് ചോക്ലേറ്റ് ആണ് ഈ ഒരു ഐലാൻഡ് ഭരിക്കുന്നത്. ഈ ഐലാൻഡിൽ എവിടെ നോക്കിയാലും ചോക്ലേറ്റ്സ് മാത്രമേ കാണാൻ പറ്റൂ. ക്യാരറ്റിനാണെങ്കിൽ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ജീവനാണ്. അവൾ ആ ചോക്ലേറ്റ്സിലെല്ലാം നോക്കി വെള്ളമിറക്കി നിൽക്കും. ക്യാരറ്റിനാണെങ്കിൽ ഓടിപ്പോയി അത് മുഴുവനും തിന്നു തീർക്കണം എന്ന് ആഗ്രഹം തോന്നും. അപ്പോഴായിരിക്കും പെപ്പോംസ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാ. ആ ചോക്ലേറ്റ്സിലെല്ലാം തന്നെ പ്രൈവറ്റ്, പബ്ലിക് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയും കണ്ടും വേണം കഴിക്കാനായിട്ട്. മാത്രമല്ല അവിടെയുള്ള പില്ലേഴ്സ്, ഫ്ലോർസ്, മുകളിലുള്ള റൂഫുകൾ അതൊന്നും കഴിക്കാനായിട്ട് പാടില്ല. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത് ചട്ടപ്രകാരം വലിയ തെറ്റാണ്. പക്ഷെ ക്യാരറ്റ് ആണെങ്കിൽ ആള് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതൊന്നും ശ്രദ്ധിക്കാതെ അവിടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പെപ്പോംസ് പറയും, ഇനി നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മുടെ പ്ലാനുകളെല്ലാം തെറ്റും. സോ എത്രയും വേഗം നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ അതൊക്കെ കളക്ട് ചെയ്ത് ഇവിടേക്ക് വായോ. കപ്പലിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ വരുമ്പോൾ എനിക്കും ഒരല്പം ചോക്ലേറ്റ്സ് നിങ്ങൾ കരുതണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കും. അങ്ങനെ നമ്മുടെ ആൾക്കാർ ഹാപ്പി ആയിട്ട് ഐലാൻഡിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറെടുക്കും. പക്ഷെ പെട്രോയ്ക്കാണെങ്കിൽ എന്തോ ഒരു സംശയം തോന്നും. പെപ്പോംസ് ആണെങ്കിൽ അകത്തേക്ക് നോക്കി ലൂഫിയോടും പുറത്തേക്ക് പോകാനായിട്ട് പറയും. അതിന് നാമി പറയും, നീ എന്താ ഈ പറയണേ? ചോപ്പറും ലൂഫിയും അവരൊക്കെ പണ്ടേ ആ ഐലാൻഡിൽ എത്തിക്കഴിഞ്ഞു. നീ അത് കണ്ടില്ലായിരുന്നോ? നാമി അത് പറയേണ്ട താമസം ഇപ്പൊ ദൂരത്തു നിന്നായിട്ട് ഒരു നിലവിളി കേൾക്കും. നമ്മുടെ ചോപ്പറും ലൂഫിയും അവർ രണ്ടുപേര് ചേർന്ന് ഐലാൻഡിൽ ഉണ്ടായിരുന്ന ആരുടെയോ കഫേയുടെ ചുമരുകൾ അത് മുഴുവൻ തിന്ന് തീർത്തിരിക്കുകയാണ്. ആളാണെങ്കിൽ ബഹളം വയ്ക്കും. ലൂഫിയും ചോപ്പറും ചോക്ലേറ്റ്സ് എല്ലാം കഴിച്ച് തടിച്ച് കൊഴുത്ത് നിൽക്കുകയാണ്. അവരെ കണ്ട് പോലീസ് അവർ രണ്ടുപേരെ റൗണ്ട് ചെയ്യും. നിങ്ങൾ രണ്ടുപേരും ചെയ്തത് വലിയ തെറ്റാണ്. സോ മര്യാദയ്ക്ക് കൂടെ വാ. നിങ്ങൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിൽ തള്ളാൻ പോവാണ്. അത് കേട്ട് ഒരു രണ്ടുപേരും ഒരു സെക്കൻഡ് ഷോക്കാവും. അതേസമയം നമ്മുടെ ആൾക്കാരും അവിടേക്ക് ഓടിയെത്തും. പെട്രോ ആണെങ്കിൽ ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അതിന് പെട്രോ അവനെ കൺട്രോൾ ചെയ്യും. അപ്പോഴായിരിക്കും ഒരു പെണ്ണ് നടക്കുന്ന ഒരു കാർപ്പറ്റിൽ കയറി അവിടേക്ക് പറന്നു വരുന്നതായിട്ട് എല്ലാവരും കാണാം. അതൊരു ടോക്കിംഗ് കാർപ്പറ്റ് ആണ്. ആ കാർപ്പറ്റില് അവിടേക്ക് വന്നത് ആ കഫേയുടെ ഉടമസ്ഥയാണ്. അവളാണെങ്കിൽ ഫുൾ കലിപ്പില് നമ്മുടെ ചോപ്പറിന്റെയും ലൂഫിയുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കഫേ ഈ രീതിയിലാക്കി മാറ്റും. നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി വരികയാണ്. അടുത്ത നിമിഷം അവൾ ഉൾട്ടയായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ആക്ച്വലി നമ്മൾക്കിടയിലുള്ള ഡീലിങ് ഇതല്ല. എന്റെ ഈ ബിൽഡിങ് അത് മുഴുവനായിട്ടും നിങ്ങൾ തിന്നു തീർക്കാം എന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തുകൊണ്ട് ഇത് പകുതിക്ക് വെച്ച് നിങ്ങൾ നിർത്തിയെന്ന് ചോദിച്ച് അവളാണെങ്കിൽ ആ ബിൽഡിംഗ് ഒക്കെ തൊട്ട് നോക്കുകയാണ്. അതേസമയം ചോപ്പറിനും ലൂഫിക്കും അവർക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവില്ല. അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിനക്ക് ഇവളെ അറിയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ കാർപ്പറ്റ് ആണെങ്കിൽ പതിയെ മുകളിലേക്ക് പറന്നു പോവും. ലൂഫി ആണെങ്കിൽ അതിനെ പിടിക്കാൻ പിന്നാലെ ഓടും. അതിനാ പെണ്ണ്
അവൾ ലൂഫിയെയും ചോപ്പറിനെയും പിടിച്ചു വെച്ച് ആ ചുമരിലെ ചോക്ലേറ്റ് അതങ്ങനെ ഇളക്കിയെടുത്ത് അവരുടെ വായിലേക്ക് തള്ളിക്കൊടുക്കും. അതിനുശേഷം ആ പോലീസിനോട് പറയും, ആക്ച്വലി എന്റെ കഫേ എക്സ്പയർ ആയിരുന്നു, ഇവരെ ഞാൻ ഡെമോളിഷന് വേണ്ടിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിന് പോലീസും ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ക്യാഷ്വലായിട്ട് അവിടുന്ന് കടന്നു പോകും. അതിനുശേഷം ആ പോലീസ് ഓഫീസർ ആൾ അങ്ങനെ ടേൺ ചെയ്ത് അവളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരും. ഐ എം സോറി, ഞാൻ നിങ്ങളെ വിഷ് ചെയ്യാൻ മറന്നുപോയി, നിങ്ങളുടെ മാരേജ് അത് അടുത്ത് വരുമല്ലേ, സോ ഈ സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ, എന്തായാലും എന്റെ വിഷസ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ആൾ അവിടുന്ന് കടന്നു പോകും. അതിനവളും നാണിച്ച് പോലീസിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് തല താഴ്ത്തി കളമൊക്കെ വരച്ച് നിൽക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല, ഇവൾ എന്തിനായിരിക്കും ചോപ്പറിനെയും ലൂഫിയെ രക്ഷിച്ചതെന്ന് ചിന്തിച്ച് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ആക്ച്വലി ഇവളാണ് നമ്മുടെ സാഞ്ചിയെ മാരേജ് ചെയ്യാൻ പോകുന്ന ബിഗ് മോമിന്റെ മകൾ. കട്ട് ചെയ്ത ആ ഐലാൻഡിലുള്ള ഏതോ ഒരുത്തൻ, അവനാണെങ്കിൽ പെട്രോയെ കണ്ട് അവന്റെ ഷോൾഡറിൽ തട്ടി, ആവൂ നീ ഇങ്ങോട്ട് വന്നോ, ഒരുപാട് കാലായി നിന്നെ കണ്ടിട്ട്, നിനക്ക് സുഖമല്ലേ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പെട്രോയോട് ചോദിക്കുകയാണ്. പെട്രോ ആണെങ്കിൽ അവന്റെ കൈ നീട്ടി അവന്റെ വാ പൊത്തിപ്പിടിക്കും. ഞാനൊരു സർപ്രൈസ് വിസിറ്റാണ്, സോ എന്റെ പേര് വിളിച്ചു പറഞ്ഞ് നീ ആ സർപ്രൈസ് അത് വെറുതെ നീ പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കും. അതേസമയം ഇവിടെ ബിഗ് മോമിന്റെ മകള് തന്നെ ആ ഒരു ചോക്ലേറ്റ് ബിൽഡിംഗ് കഴിക്കാനായിട്ട് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ആൾക്കാർ ഒന്നിനും വെയിറ്റ് ചെയ്യില്ല, അവരെല്ലാവരും ചേർന്ന് നല്ല ആർത്തിയോടുകൂടെ അത് കടിച്ചു മുറിച്ച് തിന്നാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് നാമിക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം സാഞ്ചിയുടെ പെണ്ണിനോട് അവളോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്, നീയാണ് ഞങ്ങളെ രക്ഷിച്ചത്. അതിനവള് പറയും, സത്യത്തിൽ ഈ ബിൽഡിങ് ഞാൻ കുറച്ച് പുതിയ കണ്ടന്റ്സ് ഒക്കെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്, നിങ്ങളാണിത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ രക്ഷിച്ചത്. ലൂഫി ആണെങ്കിൽ അവളോട് പറയും, ഞങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമായി, ഇത് മുഴുവൻ ഞങ്ങൾ തന്നെ തിന്ന് തീർക്കാം. അത് കേൾക്കുമ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷം. അവൾ നമ്മുടെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് ടീ ഒക്കെ സെർവ് ചെയ്യാണ്. അപ്പോൾ അവൾ നൈസായിട്ട് നമ്മുടെ ആൾക്കാരുടെ പേര് ചോദിക്കും. ലൂഫി ആണെങ്കിൽ ഓർക്കാതെ അവന്റെ പേര് വിളിച്ചു പറയും. നാമി അവന്റെ വാ പൊത്തും. പക്ഷെ അപ്പോഴേക്കും അവൾ ആ പേര് കേട്ട് അങ്ങനെ പേടിച്ച് നമ്മുടെ ആൾക്കാരെ തിരിഞ്ഞു നോക്കുകയാണ്. കട്ട് ചെയ്ത എക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഐലാൻഡ് കാണിക്കും. അവിടേക്ക് ബിഗ് മോമിന്റെ ആൾക്കാർ വന്ന് അവിടെയുള്ളവരെല്ലാവരെയും ഓടിക്കുകയാണ്. അതിനുശേഷം മാവൊക്കെ കിട്ടുന്ന മറ്റൊരു ഐലാൻഡിലേക്കും ബിഗ് മോമിന്റെ ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്യും. പിന്നീട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെ ഓരോന്നും കിട്ടുന്ന ഐലാൻഡിലേക്ക് ബിഗ് മോമിന്റെ ആൾക്കാർ ഇടിച്ചു കയറി അവിടെയുള്ള ജനങ്ങളെ കൊന്ന് സാധനങ്ങളെല്ലാം അവർ കൈക്കലാക്കുകയാണ്. ജനങ്ങൾക്കറിയാം ടീ പാർട്ടിക്ക് വേണ്ടിയാണ് ബിഗ് മോമും അവളുടെ ആൾക്കാരും ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന്. ഒന്നും ചെയ്യാൻ കഴിയാതെ മരണം അത് രണ്ട് കൈകൊണ്ട് സ്വീകരിച്ച് അവരെല്ലാവരും മരിച്ചു വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ബിഗ് മോമിന്റെ ഹോൾ കേക്ക് ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ കേക്കും ആൾക്കാരും ഒക്കെ നിരന്ന് നിൽക്കുകയാണ്. അവരുടെ ഇടയിലേക്ക് ബിഗ് മോം അവളൊരു നല്ല പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ എൻട്രി കൊടുക്കുകയാണ്. അവളുടെ പാട്ട് അത് ഓരോന്നും ഓരോ ചോദ്യങ്ങളാണ്. ഐലാൻഡിലേക്ക് സാഞ്ചി എത്തിയോ, കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ അതെന്തൊക്കെയായി എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവൾ പാട്ടിലൂടെ ചോദിക്കും. അതിന് മറുപടിയായി ചുറ്റുമുള്ളവരെല്ലാവരും പാട്ടിലൂടെ തന്നെ റിപ്ലൈയും ചെയ്യും. അവിടെയുള്ളവരെല്ലാവരും ആ ടീ പാർട്ടിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. ബിഗ് മോം ആണെങ്കിൽ എല്ലാവരോടും തീർത്തു പറയും, ഒരു കാരണവശാലും ആരും ഇവിടേക്ക് വന്ന് ഈ പാർട്ടിക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയോ ചില പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യും. കാരണം മറ്റൊന്നുമല്ല, ലൂഫിയും ടീമും അവരിവിടേക്ക് എത്തിയത് അവൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയി അവളങ്ങനെ അടിച്ചു പൊളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.